നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ BJPയിലെ സീറ്റിനായുള്ള നെട്ടോട്ടത്തിൽ പത്മജ വേണുഗോപാൽ പുറത്തായി എന്ന് സൂചന. പത്മജയുടെ സ്വന്തം സീറ്റായ തൃശ്ശൂരിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. തൃശ്ശൂർ സീറ്റ് തനിക്ക് തന്നെ ലഭിക്കുമെന്ന് ഉറപ്പിച്ചാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തിയത്. BJPയിൽ എത്തിയപ്പോൾ അവരുടെ വാഗ്ദാനം തന്നെ തൃശ്ശൂർ നിയമസഭാ സീറ്റ് പത്മജയ്ക്ക് കൊടുക്കാമെന്ന് മാത്രമല്ല, അവരെ അവിടെ നിർത്തി ജയിപ്പിക്കാമെന്ന് കൂടിയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് സ്ഥിതിഗതികൾ മാറി വന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം കേരളത്തിൽ BJPക്ക് സീറ്റുകൾ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ പാർട്ടി അണികളിലും നേതാക്കളിലും ഉണ്ടായി. അത്തരത്തിൽ ഒരു പ്രതീക്ഷ പടർത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുകയും ചെയ്തു. അങ്ങനെയാണ് തൃശ്ശൂർ സീറ്റിലേക്ക് തനിക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള അവകാശം കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. കെ സുരേന്ദ്രൻ BJPയുടെ സമുന്നത നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കുന്ന സീറ്റ് കൊടുത്തേ മതിയാകൂ. എന്നാൽ തൃശ്ശൂരിൽ തനിക്ക് മത്സരിക്കണമെന്നാണ് പത്മജ വേണുഗോപാൽ ആവശ്യപ്പെടുന്നത്. കെ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ പത്മജ വേണുഗോപാലിന് തൃശ്ശൂർ സീറ്റ് ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വം പറയുന്നത്. അങ്ങനെയെങ്കിൽ തനിക്ക് വട്ടിയൂർക്കാവ് സീറ്റ് നൽകണമെന്നാണ് പത്മജയുടെ അടുത്ത ആവശ്യം. എന്നാൽ വട്ടിയൂർക്കാവിൽ BJP സംസ്ഥാന സെക്രട്ടറിയും ആ നാട്ടുകാരനുമായ VV രാജേഷ് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. വട്ടിയൂർക്കാവും BJPക്ക് പ്രതീക്ഷയുള്ള സീറ്റാണ്. വി മുരളീധരൻ കഴക്കൂട്ടം സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കുമ്മനം രാജശേഖരൻ ആറന്മുളയിലും മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പുതുക്കാടും മത്സരിക്കാൻ ഏറെക്കുറെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പത്മജയ്ക്ക് മാത്രം മത്സരിക്കാൻ സീറ്റില്ലാത്ത അവസ്ഥയാണ്. വലിയ പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടിയാണ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത്, അല്ലെങ്കിൽ BJPയിലേക്ക് അവരെ കൊണ്ടുവന്നത്. ആദ്യം ഗവർണറാക്കാമെന്ന് പറഞ്ഞു, പിന്നീട് രാജ്യസഭ അംഗമാക്കാമെന്ന് പറഞ്ഞു, അതിനുശേഷം ജയിക്കുന്ന ഒരു നിയമസഭാ സീറ്റ് നൽകാമെന്നും അവിടെ നിർത്തി ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാമെന്നും പറഞ്ഞു. എന്നാൽ ഈ പറയലല്ലാതെ മറ്റൊന്നും പത്മജയുടെ കാര്യത്തിൽ നടന്നില്ല. ഏതായാലും തൃശ്ശൂരിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള സൂചന ഇപ്പോൾ ശക്തമാവുകയാണ്. അങ്ങനെ വരുമ്പോൾ കെ സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിച്ചാലേ കാര്യമുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് BJP നേതൃത്വം പോകുന്നത്. കാരണം കെ സുരേന്ദ്രന് അവിടെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് പാർട്ടിയുടെ പ്രസിഡന്റായിരുന്ന ദീർഘകാലത്തെ അനുഭവ സമ്പത്തും അതിലെല്ലാം ഉപരി RSS അണികളുമായിട്ടൊരു ആത്മബന്ധവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യരെ പൊട്ടിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം. അതുകൊണ്ട് പത്മജയ്ക്ക് ഏതായാലും തൃശ്ശൂർ സീറ്റിന് കിട്ടാൻ സാധ്യതയില്ല. മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മത്സരിക്കുക എന്നതല്ലാതെ ജയിക്കുക എന്നത് പത്മജയുടെ മുമ്പിൽ ഒരു വിഷയമേ ആകില്ല. കോൺഗ്രസിൽ 2 പ്രാവശ്യം നിന്ന് തോറ്റ് മടുത്തിട്ടാണ് അവർ BJPയിലെത്തിയത്. ഇനി BJPയിൽ നിന്ന് തോറ്റുമടുത്താൽ എങ്ങോട്ട് പോകാൻ? ഇതാണ് പത്മജയെ അലട്ടുന്ന പ്രശ്നം. ഏതായാലും പത്മജ ഇപ്പോൾ പടിക്ക് പുറത്തായി എന്നാണ് BJP നേതാക്കൾ നൽകുന്ന സൂചന. പത്മജ വേണുഗോപാലിന് മത്സരിക്കാൻ സീറ്റില്ല.